പ്രമുഖ മോഡലും ചലച്ചിത്ര നടിയും കോഴിക്കോട് PVS നഴ്സിംഗ് സ്കൂളിലെ അധ്യാപികയുമായ നയന പ്രസാദ് സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. നയന, സ്വാഗതം. ഈ ഒരു നടക്കുന്ന ചില കാര്യങ്ങളാണ്, ഈ മോഡലിംഗ് രംഗത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ന്യൂസ് 18 കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ പ്രമുഖ മോഡൽ അൽക്ക ബോണി ഈ മോഡലിംഗ് രംഗത്തെ ചൂഷണങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. ഇന്നൊരു മറ്റൊരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് പറഞ്ഞത്. ഒരു മോഡലിംഗ് കമ്പനിയുടെ CEO പലതവണ ചൂഷണം ചെയ്തു. ഒരിക്കൽ പോലും ഒരു നോ പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഫോട്ടോഷൂട്ടിന്റെ മറവില്, അതുപോലെ തന്നെ ഈ മോഡലിംഗിന്റെ ഒക്കെ മറവില് ഇത്തരം ചൂഷണങ്ങൾ പല പെൺകുട്ടികൾക്കും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൊച്ചിയിലടക്കം മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നയന. ഇതുപോലുള്ള സാഹചര്യങ്ങൾ നയനയ്ക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ നയനയ്ക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ഏതെങ്കിലും പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായതായി അറിയാമോ? നമ്മൾ നോ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. കാര്യം ഒരാളുടെ അപ്രോച്ച്, എനിക്ക് തോന്നിയിട്ടുള്ളത് ആരും നമുക്ക് ഒരു കാര്യം ഫ്രീ ആയിട്ട് ചെയ്ത് തരില്ല. അതൊന്നും അങ്ങനെയുള്ള ഒരു കാര്യം ആദ്യം മനസ്സിൽ വെക്കുക. പ്രായപൂർത്തിയാവാത്ത അവരുടെ മനസ്സിൽ അവരെങ്ങനെയെങ്കിലും ഒരു നായികയാവുക അല്ലെങ്കിൽ ഒരു നല്ലൊരു മോഡൽ ആവുക എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അവരെങ്കിലും ചൂഷണം ചെയ്യാൻ അതിന് നമ്മൾ മാക്സിമം ഇഗ്നോർ ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് മീൻസ് ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ കുറെ ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോ നമ്മള് ആൾക്കാർ നമ്മളോട് ചോദിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത്, ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ആ ആളെ ഒഴിവാക്കുക എന്നുള്ളത് ചെയ്യേണ്ടത്. ഹലോ, നയനയുടെ ഒരു എക്സ്പീരിയൻസ് ഒരു പക്ഷേ പല പെൺകുട്ടികളും പല പെൺകുട്ടികളും ഈ +1 +2 പഠിക്കുന്ന കാലയളവിലാണ് മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത്. അതല്ലെങ്കിൽ ഒരു 18ാമത്തെ വയസ്സിൽ. പക്ഷെ നയന ഏത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് BSc നഴ്സിംഗ് പൂർത്തീകരിച്ച ശേഷമാണ് ഈ മോഡലിംഗ് രംഗത്തേക്ക് വന്നതെന്നാണ്. പക്ഷേ ഈ അങ്ങനെ നിങ്ങളെപ്പോലെ ഒരു പക്വതയായ ശേഷം ഇതിലേക്ക് ഇറങ്ങുന്ന പെൺകുട്ടികൾക്ക് ഇവിടെ നോ പറയാൻ കഴിയും. പക്ഷെ ചെറിയ പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ഇതുപോലുള്ള ദുരനുഭവം ഉണ്ടായ അവർ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഈ പ്രൊഫഷനിലേക്ക് വരുന്നവരാണ്. അവർക്ക് നോ പറയാനുള്ള ഒരു ധൈര്യം ആ പ്രായത്തിൽ ഉണ്ടാകുമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. പക്ഷെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. നയന, ഞാൻ ചോദിച്ചത് നയന BSc നഴ്സിംഗ് പൂർത്തിയായ ശേഷം, പഠനം പൂർത്തിയായ ശേഷമാണ് ഈ രംഗത്തേക്ക് വരുന്നത്. പക്ഷെ പല പെൺകുട്ടികളും, നിരവധി പെൺകുട്ടികൾ അവർ +1 +2 പഠിക്കുന്ന പ്രായത്ത്, ഒരു പ്രായപൂർത്തിയാകാത്ത സമയത്താണ് ഈ രംഗത്തേക്ക് വരുന്നത്. അവരുടെ മനസ്സിൽ ഈ മോഡലിംഗ് രംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം എന്നൊക്കെ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. ഇതുപോലെ ഒരു ദുരനുഭവം ഈ മോഡലിംഗ് രംഗത്തെ ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ നോ പറയാനുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ആ പക്വത അവർക്കുണ്ടാകാറുണ്ടോ നയന? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല. കാര്യം സോഷ്യൽ മീഡിയ അത്രത്തോളം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാര്യം ഓരോ ദിവസം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഈ പറയുന്ന ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് എത്രയോ കുട്ടികളാണ് ഡെയിലി ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. കാര്യം ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇവരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു മോഡലിംഗ് കമ്പനിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏജൻസിയോ ഇവരെ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നത്, ഞാൻ എവിടെയോ എത്തി, അല്ലെങ്കിൽ എനിക്ക് ഇതിപ്പം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ തരാന്ന് പറഞ്ഞു. പിന്നെ അവർ ഓഫർ ചെയ്യുന്ന ഒരു എമൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഓഫർ ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളായിരിക്കും ഇവരെ മോഡലിംഗിൽ വരാൻ ആൾക്കാർ താല്പര്യപ്പെടുന്ന ഒന്ന്. അവരുടെ പുറമേ ഉള്ള ഒരു സ്റ്റാറ്റസ്, ഭയങ്കര മീൻസ് കിട്ടുന്ന ഒരു പ്രതിഫലമൊക്കെ പ്രതീക്ഷ തന്നെ ആയിരിക്കും എല്ലാവരും തന്നെ ഈ ഒരു മോഡലിംഗ് രംഗത്തേക്ക് വരാനായിട്ടുള്ളത്. അപ്പം ഇതൊക്കെ തന്നെയായിരിക്കും അവർ ഓഫർ ചെയ്യുന്നുണ്ടാവുക. മീൻസ് ഒരു നോ പറയുന്നതിനപ്പുറത്തേക്ക് ചിലപ്പം ഓഫർ ചെയ്യുന്നുണ്ടാവായിരിക്കും. അപ്പോ ഇങ്ങനെയുള്ള ചതിക്കുഴികൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല. അവിടെ എത്തിപ്പെട്ടിട്ട് മീൻസ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മീൻസ് അവർ ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപാട് പൈസകളും കാര്യങ്ങളും. ഇപ്പം കുട്ടികളുടെ പക്വതയില്ലായ്മ അവരതിലേക്ക് വീഴ്ത്താനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്.
ആദ്യം ഇതിനകത്ത് നമ്മൾ ഈ ഒരു രംഗത്തേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിനകത്താണ് ഈ പെൺകുട്ടി പോലും നമ്മോട് സംസാരിച്ച പെൺകുട്ടി പോലും പറഞ്ഞ കാര്യം ഇതാണ്. അവിടെ നോ പറഞ്ഞാൽ പിന്നീട് എൻ്റെ കരിയറിനെ ബാധിക്കും. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഒരു മേധാവിയോട് ഈ രീതിയിൽ നിഷേധാത്മകമായി സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാധ്യതകളെ, കരിയറിനെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ നോ പറയാൻ തയ്യാറായില്ല, ചിലപ്പോൾ ഒരുപക്ഷെ വഴങ്ങേണ്ടി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള കുട്ടികളോട്, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പെൺകുട്ടികളോട് എന്താണ് പറയേണ്ടത്? ഇങ്ങനെ കരിയറിനെ ബാധിക്കാതെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? ഇതുപോലെ ഒരു ചൂഷണ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന പുരുഷന്മാരോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ മറുപടി നൽകണമെന്നാണ് നയനയുടെ ഒരു അഭിപ്രായം? ഇപ്പം ഞാനിപ്പം ഒരു അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് ഇതിന്റെ പാരലലി ഞാൻ എന്റെ മോഡലിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകൾ വരാറുണ്ട്, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വരാറുണ്ട്. അപ്പം എന്താണ് ആവശ്യമുള്ളത്, എന്താണ് ആവശ്യമില്ലാത്തത് എന്ന് ആദ്യം തിരിച്ചറിയാനുള്ള ഒരു അറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്തുദ്ദേശത്തിലാണ് അയാൾ എന്നെ എന്തെങ്കിലും നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ. എനിക്കിപ്പോ കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളുടെ മുന്നിൽ നമുക്ക് നമ്മളുടെ എന്ത് കാര്യമാണെങ്കിലും അടിയറവ് വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതേപോലെ ഒരാള് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് അയാളുടെ പ്രവൃത്തികളിലായാലും അയാളുടെ സംസാരത്തിൽ നിന്നാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതെല്ലാവർക്കും ഉള്ളതാണ്. പിന്നെ കാണട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനെ ഇഗ്നോർ ചെയ്ത് കളയുക, അല്ലെങ്കിൽ അവര് മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രി ഭരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മാത്രമാണ് ഭരിക്കുന്നത് എന്നുള്ളത് ഒരു തോന്നൽ മാത്രമാണ്. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് എല്ലാവരും നമുക്ക് ചെയ്തു തരുന്നത്. അതായത് ഇത് പോയാൽ വേറെ ഒന്നുമില്ല, ഇത് പോയാൽ നമ്മുടെ ജീവിതം നശിച്ചു, അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടായി എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആൻസറുകളായിരിക്കും ഈ പറയുന്ന ഏജൻസികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹയർ ലെവലിലുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ നമുക്ക് അതിനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നാൾ നമ്മൾ വെയിറ്റ് ചെയ്താലും അല്ലെങ്കിൽ എത്ര ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എനിക്കിങ്ങനെ വരുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നും അത് വേണ്ട, അല്ലെങ്കിൽ അയാളെ പറ്റി ഞാൻ ആ ഒരു വ്യക്തിയെ പറ്റി ഞാൻ അന്വേഷിക്കുമ്പോൾ നല്ലൊരു ഇമേജ് അല്ല അല്ലെങ്കിൽ നല്ലൊരു കാര്യമല്ല എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ ഒരു ആൻസർ പറയുമ്പോൾ ചെയ്യാമെന്നുള്ള ആൻസർ പെട്ടെന്ന് അത് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 ദിവസം ശരി, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം. ആ ഒരു സമയം യൂസ് ചെയ്യേണ്ടത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ആരൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് നല്ലതാണെങ്കിൽ പ്രൊസീഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നോ എന്ന് പറയുക, ഒഴിവാക്കുക എന്നുള്ളത്. അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മള് ആ ഒരു ആൻസർ പറയാൻ, അല്ലെങ്കിൽ പെട്ടെന്നൊരു അഡ്വർടൈസ്മെന്റ് അല്ലെ പെട്ടെന്നൊരു സിനിമ വരുവല്ല ചെയ്യുന്നത്. ഇപ്പം ചേട്ടാ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം, അല്ല ചേച്ചി ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറയുന്നത് അതിന് വേണ്ടി 2 ദിവസം എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഇഗ്നോർ ചെയ്യുക. വീണ്ടും അവര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് തന്നിട്ടുള്ളവ ഇവര് ആൻസർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് സിനിമ കിട്ടില്ല, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് കിട്ടില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ അവരോട് ആൻസർ പറയേണ്ട ആവശ്യമില്ല. 2 ദിവസം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 3-ാമത്തെ ദിവസം വിളിക്കുമായിരിക്കും. നമ്മൾ അവരെ കുറിച്ച് അറിഞ്ഞത് വളരെ മോശമായിട്ട്. അത് തന്നെയാണ് നയന പറയുന്നതനുസരിച്ച് നിശബ്ദത, അതല്ലെങ്കിൽ ഒഴിവാക്കലാണ് ഏറ്റവും നല്ല മറുപടി, അല്ലെ? അത് തന്നെയായിരിക്കാം ഇതുപോലുള്ള പെൺകുട്ടികൾ ചെയ്യേണ്ടത്. നോ പറയുമ്പോൾ ഒരുപക്ഷെ അവരുടെ കരിയറിനെ ബാധിക്കാം, അതിനപ്പുറം ഒഴിവാക്കാം, ഇഗ്നോർ ചെയ്യാം. അത് തന്നെയാണ് നയന. ഒരു അവസാനമായ ഒരു കാര്യം കൂടി, ഈ സിനിമാ രംഗത്തേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു ചവിട്ടുപടിയാണ്, ഒരു തുടക്കമാണ് ഈ മോഡലിംഗ്. അതുകൊണ്ട് തന്നെ അഭിനയത്തോട് താല്പര്യമുള്ളവരൊക്കെ, ഒട്ടുമിക്ക കുട്ടികളും മോഡലിംഗ് രംഗത്തേക്കാണ് ആദ്യം വരുന്നത്. ഇത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇത് മോശമായിട്ടുള്ള രംഗമാണ്, ഒരു മേഖലയാണ്, ഡ്രഗ് ഉപയോഗമുണ്ട്, ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു. അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു പ്രൊഫഷനാണോ, അതല്ലെങ്കിൽ ചില ആളുകൾ മാത്രം ഇതിനെ ഒരു മോശമാക്കുന്നു എന്നുള്ളതാണോ നയനയുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്? ഇപ്പോ എല്ലാ മേഖലയിലും എല്ലാ ആൾക്കാരിലും നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നതാണെങ്കിലും സ്ത്രീകളോടുള്ള ബഹുമാനമില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാ മേഖലയിലും സംഭവിക്കുന്നതാണ്. സിനിമ അല്ലെങ്കിൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി അവരെ പബ്ലിക്കലി അറിയും. ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു ഓഡിയം കാണുമ്പോൾ അത് നയനയല്ലേ എന്ന് ചോദിച്ചാൽ അവൾ അങ്ങനെയാണ് എന്ന് പറയാൻ തരത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഈ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി പബ്ലിക് ആവുന്നത്. എല്ലാ മേഖലയിലും ഈ ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രം. മീൻസ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, അത് മാത്രമാണ് തോന്നിയിട്ടുള്ളത്. മാക്സിമം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ നോക്കുക,
അതൊക്കെ തന്നെ. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കും, ക്വസ്റ്റ്യൻസുകൾ ഒഴിവാക്കും. യെസ് 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 വളരെ വിലപ്പെട്ട നിർദ്ദേശമാണ് നയന പ്രസാദ്, പ്രമുഖ മോഡലും നടിയുമായിട്ടുള്ള നയന പ്രസാദ് പങ്കുവച്ചത്. കോഴിക്കോട് PVS നഴ്സിംഗ് സ്കൂളിലെ അധ്യാപികയാണ്. ഈ അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ മോഡലിംഗ് രംഗത്തും അഭിനയ രംഗത്തും വളരെ സജീവമാണ്. ഇന്നത്തെ പെൺകുട്ടികൾ പലപ്പോഴും ഈ മേഖലകളിലേക്ക് വരുമ്പോൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അവർ കരിയർ സ്വപ്നം കണ്ടു ഈ രംഗത്തേക്ക് വരുന്നവരാണ്. അവിടെ നോ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ കരിയറിനെ ബാധിക്കുമോ എന്ന ആശങ്ക. പക്ഷെ അവിടെ കൃത്യമായൊരു നിർദ്ദേശമാണ് പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾക്ക് നയന പങ്കുവെക്കുന്നത്. അവരോട് നോ പറയാതെ ഇത്തരം ഒരു ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ യെസ് പറയാം. ഇപ്പം നമ്മള് ഇതൊരു പ്രൊഫഷൻ, ഇപ്പം നഴ്സിംഗ് പഠിക്കുന്നതാണെന്നുണ്ടെങ്കിലും എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു സർട്ടിഫൈഡ് ആണ് ഇതെല്ലാം. ഇത് ഒരു എന്താ പറയാ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇതിന്റെ ഒരു റൂൾസിൽ പോകുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ പ്രൊഫഷണലി പഠിച്ചെടുക്കുന്നത്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് കാസ്റ്റിംഗിന്റെ കോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതൊക്കെ എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളത് അറിയില്ല. ടെക്നിക്കുകൾ പഠിക്കുക, അഭിനയിക്കുന്ന ടെക്നിക്കുകൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് മൂവിയിൽ വർക്ക് ചെയ്യേണ്ടത്. എൻഡ് ഓഫ് ദ ഡേ മൂവി എന്ന് പറയുമ്പോൾ ഒരാളിലേക്ക് മാത്രം അല്ല, നയന എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് അതിന് പുറകെ പോകുന്നത്. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നമ്മൾ പഠിച്ചിട്ട് നമുക്ക് നോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. എനിക്ക് ഇപ്പൊ നേഴ്സായിട്ട് വർക്ക് ചെയ്ത് എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല, അതാ ഞാൻ പോവാന്ന് പറഞ്ഞ് പോവാം. പക്ഷേ സിനിമ എന്ന് പറയുന്നത് എവിടെയും പോയി നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല. ചിലപ്പം ചെറിയ ഈ പറയുന്ന കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവുക. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എടുക്കേണ്ട കുറെ പ്രിക്കോഷൻസ് എടുക്കുക. നമ്മൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം പോവുക. ഇത് വ്യക്തികളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അവരുടെ അടുത്തേക്ക് പോവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ഒരു ഈ സിനിമ എന്ന മേഖലയിലാണെങ്കിലും അതേപോലെ തന്നെ മോഡലിംഗിലാണെങ്കിലും ഒരു കോള് വരുന്ന സമയത്ത് ആ ചേട്ടാ ഞാൻ ചെയ്യാം, ആ ചേച്ചി ഞാൻ ചെയ്യാം, അയ്യോ എനിക്ക് ആ വർക്ക് പോവാന്നുള്ള അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആദ്യം നിങ്ങളൊരു വില കൊടുക്കുക. അതായത് എനിക്ക് ആദ്യം ഞാൻ വില കൊടുക്കുന്നുണ്ട്, എന്നെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ എനിക്ക് വേണ്ടി 2 ദിവസം വെയിറ്റ് ചെയ്യാൻ തയ്യാറാവണം. അല്ല വേറൊരാൾക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് പൊക്കോട്ടെ. ആ ഒരു പേടി ആദ്യം ഒഴിവാക്കുക. ചേട്ടാ അല്ലെ ചേച്ചി ഞാൻ 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പറയട്ടോ, എനിക്ക് പെട്ടെന്ന് ഒരു ആൻസർ പറയാൻ പറ്റില്ല, ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലാം ഉള്ളൂ. അപ്പൊ എല്ലാവരും അങ്ങനെ ഒന്ന് ചിന്തിക്കാന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാം. യെസ് വ്യക്തമാണ്. വളരെയധികം നന്ദി. നയന പ്രസാദാണ് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കുവച്ചത്. പക്ഷെ ഒരു വശത്ത് നയന സൂചിപ്പിക്കുന്ന പോലെ ഇതുപോലുള്ള ദുരനുഭവങ്ങൾ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകാം. അതാണ് ഇന്ന് ന്യൂസ് 18നോട് ഒരു യുവ മോഡലായിട്ടുള്ള പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി നടുക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. തനിക്ക് നേരെ വലിയ മോശമായ രീതിയിലുള്ള അനുഭവമാണ് ഈ മേഖലയിൽ നിന്നും ഉണ്ടായത്. ഇന്നലെ അൽക്ക ബോണിയും സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ദുരനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാകുക, അവരോട് എങ്ങനെ പെരുമാറണമെന്നാണ് നിർദ്ദേശമാണ് നടിയും പ്രമുഖ മോഡലുമായിട്ടുള്ള നയന പ്രസാദ് പങ്കുവച്ചത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം.